പ്രൊഫഷണൽ ഇലക്ട്രിസിറ്റി വിങ്ങിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരാണ്. ഞങ്ങളുടെ അപ്പം തന്നെ ഫീഡർ ഓഫ് ചെയ്തു. ഞങ്ങളുടെ ഒരു 3-4 പോസ്റ്റുകൾ പോയിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്ഫോമറുകൾക്കും ഭാഗികമായിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസുകളും മറ്റും പോയിട്ടുണ്ട്. അതുപോലെ കേബിളുകൾ പോയിട്ടുണ്ട്. LT ലൈനുകൾ പൊട്ടിയിട്ടുണ്ട്. മരം ലൈനിൻ്റെ മേലിലേക്കാണ് വീണത്. അപ്പം സാവകാശം വന്ന് വീണതുകൊണ്ട് കുറേ ആളുകൾക്കൊന്നും വലിയ അപകടങ്ങളും പരിക്കൊന്നും പറ്റില്ല. പക്ഷേ 1-2 ഓട്ടോറിക്ഷ വാഹനങ്ങൾക്കൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഭാഗികമായി തന്നെ പൂർണ്ണമായും നശിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. MS ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, ഒരു കൂറ്റൻ മരമാണ് അവിടെ നിലം പൊത്തിയിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ ചിലത് തകർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ അവിടുന്ന് മരം നീക്കം ചെയ്യാനുള്ള നടപടിയൊക്കെ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? മരം നീക്കം ചെയ്യാനുള്ള നടപടി അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഫയർഫോഴ്സ് ഈ സംഭവം നടന്ന ഉടനെ തന്നെ സ്ഥലത്തെത്തി ഇതിനു വേണ്ട ഈ മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ നടപടികൾ ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. വലിയ മരം ജില്ലാശുപത്രിക്ക് തൊട്ടടുത്തുള്ള ജില്ലാശുപത്രി കോമ്പൗണ്ടിൽ തന്നെയുള്ള മരമാണ് റോഡിലേക്ക് വീണത്. സെന്റ് തോമസ് കോളേജ് റോഡിൽ നിന്ന് സ്വരാജ് റോഡിലേക്ക് കയറുന്ന ഭാഗത്താണ് ഈ മരം വീണത്. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടിരുന്നു. KSTBയുടെ പോസ്റ്റുകൾ 4 ഒടിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നഗരത്തിൽ ഈ ഇലക്ട്രിസിറ്റി ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഈ മരം മുറിച്ചു മാറ്റിയ ശേഷം ഇനിയിപ്പോൾ തിരികെ ഈ പൊട്ടിയ ലൈനുകളെല്ലാം പുനഃസ്ഥാപിച്ച ശേഷം മാത്രമായിരിക്കും ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായി കഴിയുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ലിഷോ, ഈ നഗരത്തിലും ജില്ലയിലാകെയും നിലവിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ, വെള്ളക്കെട്ടുണ്ടോ എവിടെയെങ്കിലും? എന്താണ് ജില്ലയിലെ സാഹചര്യം, എങ്ങനെയാണ്? നിലവിൽ ജില്ലയിൽ മഴയുടെ തോത് ഇന്നലെ രാത്രി വളരെ കുറവായിരുന്നു. പക്ഷേ രാവിലെ മുതൽ തന്നെ വീണ്ടും മഴ ശക്തമായ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ വെള്ളക്കെട്ട് നിലവിൽ ഉള്ളതായി വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നിലവിൽ തൃശൂർ നഗരത്തിൽ ഇന്നലെയെല്ലാം തന്നെ വെള്ളക്കെട്ടുണ്ടായിരുന്ന ഭാഗത്ത് ഇന്ന് വെള്ളക്കെട്ടില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യമാണ്. മലയോര മേഖലയിലും ശക്തമായ മഴയാണ്. അതിരപ്പള്ളി മേഖലയിൽ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഈ മണ്ണിടിക്കൽ സാധ്യത കണക്കിലെടുത്ത് ഈ മലമ്പ്രദേശങ്ങളിലേക്ക് പോകരുതെന്ന ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുമുണ്ട്.